മലപ്പുറം എടക്കര ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ UDF അംഗങ്ങൾ നൽകിയ അവിശ്വാസ പ്രമേയം ഇന്ന്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CPM-ലെ TP റീനയ്ക്കെതിരെയാണ് UDF-ലെ 10 അംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസ് നിലമ്പൂർ BDO-യ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത്. 20 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDF-നും UDF-നും 10 വീതം അംഗങ്ങളുണ്ട്. CV അനുമോദ് ഇതിൽ പ്രത്യേകത എന്ന് മനസ്സിലാക്കുന്നത് ഇതിലൊരംഗം കാണാനില്ല എന്നുള്ള പരാതിയുണ്ട്. CPM അംഗമാണ്. അവർ ഇപ്പോൾ അൻവറിൻ്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഭാര്യ കൂടിയാണ് എന്നുള്ളതാണ്. അതൊരു ഭരണമാറ്റത്തിന് കാരണമാകുമോ? രഞ്ജിത്ത്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ അവിശ്വാസ പ്രമേയം പാസ്സായാൽ അത് ഇടതുപക്ഷത്തിന് ഉണ്ടാക്കുന്ന തിരിച്ചടി വളരെ വലുതാണ്. PV അൻവറിന്റെ ആ ചുവടുമാറ്റത്തിന് പിന്നാലെ അദ്ദേഹം UDF-ലേക്ക് അടുക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ മേഖലയിൽ, അതായത് താൻ MLA ആയിരുന്ന അതേ നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും CPM-ന് കിട്ടുന്ന വലിയ ഒരു പ്രഹരമായിട്ട് വേണ്ടി വരും അതിനെ കാണുവാൻ. 11 മണിക്കാണ് അവിശ്വാസ പ്രമേയം പരിഗണിക്കുന്നത്. ഇവർ നുസൈബ എവിടെയാണെന്ന് ഇതുവരെ അറിയാനായിട്ടില്ല എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അപ്പോൾ അവിശ്വാസ പ്രമേയത്തിന്റെ സമയത്ത് അവർ ഈ പഞ്ചായത്തിൽ എത്തിയിട്ട് എങ്ങനെയായിരിക്കും അവരുടെ നിലപാട് എന്നുള്ളത് പ്രധാനമാണ്. 10-10 എന്ന നിലയായതുകൊണ്ട് തന്നെ അവർ വോട്ട് ചെയ്താൽ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഭരണ നഷ്ടമുണ്ടാക്കും. വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ടാണെങ്കിലും ഇതിൻ്റെ ഫലം അത് നിലമ്പൂരിലെ ഇടതുപക്ഷത്തിന് വലിയ ആകാംക്ഷ നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാമെന്നിരിക്കെ നിലമ്പൂരിലെ ഒരു പഞ്ചായത്ത് PV അൻവർ തൻ്റെ കഴിവുകൊണ്ട് UDF-ലേക്ക് മാറ്റി എന്ന് വന്നാൽ അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് വലിയ നിരാശ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. മാത്രമല്ല PV അൻവറിന് തൻ്റെ കരുത്ത് തൻ്റെ തട്ടകത്തിൽ ചോർന്നിട്ടില്ല എന്ന് തെളിയിക്കുവാനും UDF-ലേക്ക് അടുക്കുവാൻ കുറെ കൂടി അനുകൂലമായ ഒരു സാഹചര്യം തീർക്കുവാനും ഇതുകൊണ്ട് സാധിക്കുമെന്ന് വേണം നമുക്ക് കരുതാൻ. എന്നാലും 11 മണിക്കാണ് അവിശ്വാസ പ്രമേയം പരിഗണിക്കുക. ശരി, CV അനുമോദ വിവരങ്ങൾ പങ്കുവച്ചു.